ഇന്ന് രാവിലെ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോർണിംഗ് ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു 7 ദിവസത്തെ ഹെയർ കെയർ നമ്മൾ ചെയ്തില്ല. അന്ന് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഹെയർ കെയറും ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ചുമയായി. ഇപ്പോൾ ചുമ മാറിയിട്ടൊന്നുമില്ല, ശബ്ദമൊന്നും അങ്ങനെയൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് വിചാരിച്ചു ഇന്ന് മുതൽ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോഴാണ് ഒന്ന് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഹെയർ സെറം ഇല്ലേ അതെടുത്ത് കുറച്ച് തേച്ച് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പുറത്തിങ്ങനെ വെയിലൊക്കെ കണ്ടത്. അപ്പോൾ കുറച്ച് സമയം വെയിലത്തൊക്കെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടീൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പറ്റ മോശമായിട്ട് ഇരിക്കുകയാണ്. മുടിയൊക്കെ പൊട്ടിപ്പോയി എന്തൊരു ഡാമേജായി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എനിക്ക് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിൽ കുറേ പേര് പിന്നെ മൺസൂൺ ഹെയർ കെയർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൺസൂൺ ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് ചെറിയ ചെറിയ പാക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഇടയിലും പിന്നെ നമ്മൾ എങ്ങനെയാണ് ഹെയർ കെയറും കാര്യങ്ങളും ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞൂസിന് ലീവാണ്. അപ്പോൾ വെയിൽ വന്നപ്പോൾ കുഞ്ഞൂസ് സൈക്കിൾ ഓട്ടാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ താമസിച്ചാണ് എണീറ്റത്. അപ്പോൾ രാവിലത്തെ പണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. പിന്നെ വേണം ഓരോന്ന് ചെയ്തു തുടങ്ങാൻ. അപ്പോൾ വേഗം പോയിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. എന്നിട്ട് നമുക്ക് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ തുടക്കം സാമ്പാറിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേഗം സാമ്പാർ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ്. രാവിലത്തേക്കല്ല, പക്ഷേ നമുക്ക് ഉച്ചത്തേക്കുള്ള സാമ്പാർ വേഗം ആക്കി വെച്ചാൽ പിന്നെ എന്തെങ്കിലും ചെറിയ കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഒരുപാട് സമയം പോവില്ല. എനിക്ക് ഇന്ന് പുറത്ത് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം സാമ്പാറാക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാറാണ് കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് വെച്ചിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസിന് രാവിലെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി പലക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയിട്ട് ചപ്പാത്തി പലക കിട്ടിയില്ല കേട്ടോ. അവിടെ ചപ്പാത്തി പലക ഫ്രഷ് ആയിട്ടൊന്നുമില്ല, ഓൾഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തി പലക കിട്ടിയില്ല. അതിന് പകരമായിട്ട് ഞാനൊരു ദോശത്തവ മേടിച്ചു കേട്ടോ. അവന് ദോശയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ദോശത്തവ മേടിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ദോശത്തവ. ചെറുതാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു പിന്നെ ചീനച്ചട്ടിയും കൂടി വാങ്ങിച്ചു കേട്ടോ. ഒരു കുഞ്ഞ് ചീനച്ചട്ടിയാണ് കേട്ടോ, അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് കടുക് വറുക്കാനൊക്കെ ചീനച്ചട്ടി ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്കറുകളൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ടിപ്പ് പറഞ്ഞു തന്നു കേട്ടോ. ചൂടാക്കിയാൽ മതി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നത്തെ പാത്രത്തിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കേട്ടോ, ഞാൻ പേര് ഓർക്കുന്നില്ല, കുറേ പേര് എന്നോട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ പശയുണ്ട് കേട്ടോ. അപ്പോൾ പശ നിങ്ങൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എണ്ണയാക്കിയിട്ടൊന്ന് തടവി കൊടുത്താൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയാക്കിയിട്ടൊന്ന് തടവി കൊടുത്തപ്പോൾ അതും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലത് പറിച്ചിട്ടില്ല. കുക്കറിലത് ഇനി അടുത്ത് ഇത് നനച്ചുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ പോകുന്നില്ല. ഒന്നും കൂടി ചൂടാക്കി നോക്കണം. അപ്പോൾ സാമ്പാറിൽ കഷ്ണവും പരിപ്പും ഞാൻ വേറെ ആയിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. പരിപ്പ് അത്യാവശ്യം നല്ല വേവുള്ള പരിപ്പാണ്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പരിപ്പ് വേവാൻ കാത്തുന്ന കഷ്ണം വെന്തുടഞ്ഞു പോകും. അപ്പോൾ പരിപ്പ് ഒരു 2 വിസിൽ വന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് കഷ്ണം ഇടുകയാണെങ്കിൽ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ. പിന്നെ സാമ്പാർ എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സാമ്പാർ റെഡിയായി. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എളുപ്പമാവുമല്ലോ പണികളൊക്കെ. അപ്പോൾ കുക്കർ നമുക്ക് ഒഴിവാക്കി കഴുകി വെക്കുകയും ചെയ്യാം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണം. സമയം ഇന്ന് കുറേ വൈകിട്ടോ, രാവിലെ തന്നെ താമസിച്ച് എണീറ്റോണ്ടേ. സ്കൂളുണ്ടാവുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലതെന്ന് വെച്ചാൽ നമ്മൾ പണി വേഗം രാവിലെ എല്ലാം തീരും. അപ്പോൾ സ്കൂളില്ലാന്ന് കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഇഴയിലാണ് എല്ലാ കാര്യങ്ങൾക്കും. ഉപ്പുമാവിന് റോസ്റ്റഡ് റവയാണ് കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവുമല്ലോ. കുറച്ച് മതി കേട്ടോ നമുക്ക്. പിന്നെ കുഞ്ഞൂസ് ഇല്ലല്ലോ, കുഞ്ഞൂസ് അപ്പുറത്ത് ദോശ കഴിച്ചുകൊണ്ട് കുറഞ്ഞ അളവിൽ നമുക്ക് മതി. എനിക്ക് ഉപ്പുമാവ് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ലൂസായിട്ടുള്ള ഉപ്പുമാവായിട്ട് ഇഷ്ടം. ഇങ്ങനെ വറ കിടക്കുന്ന ഉപ്പുമാവില്ല, അതെനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. കുറച്ചും കൂടി ലൂസായിട്ട് കുറച്ച് വെള്ളം കൂടിയൊരു പരുവമില്ലേ, അങ്ങനത്തെ ഉപ്പുമാവാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഏട്ടന് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉപ്പുമാവ് റെഡിയായി. ഇനി കട്ടൻ ചായയും കൂടി വെച്ചിട്ട് വേഗം കഴിക്കണം. ഇനി അടുത്ത പരിപാടികളൊക്കെ വേഗം നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇന്ന് കുറച്ച് എനിക്ക് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അലക്കിയിട്ട് നമുക്ക് തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത പരിപാടികളുണ്ട്. പിന്നെ ഹെയർ കെയർ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതലാണ് നമ്മൾ പാക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഹെയർ കെയർ വീഡിയോ നിങ്ങൾ പിന്നെ ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 30 days ചലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സൈഡായി പോകും. ഇപ്പോഴത്തെ 2 ദിവസത്തെ വെയിൽ നമ്മൾ നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഴ തുടങ്ങും. അപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള പാക്കുകളൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്തായാലും ഹെയർ കെയർ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാട്ടോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മുടി കൊഴിച്ചിലുള്ള സമയത്താണെങ്കിലും താരനുള്ള സമയത്തൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ സാമ്പാർ ഒഴിച്ചിട്ടാണ് ഉപ്പുമാവ് കഴിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരുപാട് പരിപാടികളൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കറി ആയല്ലോ, ഇനിയിപ്പോൾ ചോറ് വെക്കണം. കറിക്ക് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് നമുക്കിന്ന് ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്.
അപ്പോൾ ചുമയൊന്നും ശരിക്കും മാറിയിട്ടൊന്നുമില്ല. ലൈറ്റായിട്ടുള്ള പാക്കുകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ വെയിൽ നമ്മൾ നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ വരും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചലഞ്ച് ഇപ്പോൾ എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല കേട്ടോ. ആരോഗ്യം ഒട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല. അതുകൊണ്ട് തണുപ്പ് പ്രശ്നമാവും. മഴയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഹെൽത്തൊക്കെ നോക്കിയായിട്ട് നമുക്ക് ചലഞ്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള പാക്കുകളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിനകത്ത് ഹെയർ കെയറും കാര്യങ്ങളും കാണിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മുടി കൊഴിച്ചിലുള്ളവർക്ക്, താരൻ്റെ പ്രശ്നമുള്ളവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ എന്തായാലും ഞാൻ എന്താണോ ചെയ്യുന്നത് അത് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എന്തായാലും കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പറമ്പിൽ ചീര നോക്കിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അരിയും കിട്ടും. അപ്പോൾ ചോറാവുന്ന സമയം കൊണ്ട് സാമ്പാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചീര കിട്ടുമോ നോക്കാനാണ്. ഈ ചീരയില്ലേ, എന്താ ഇതിന് ഞങ്ങളിവിടെ ബ്ലോക്ക് ചീര എന്ന് പറയും. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുക്രുമാനിസ് അങ്ങനെയാണ് കേട്ടോ ഇതിനെ പറയുക. അപ്പോൾ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ നല്ലതാണ് കേട്ടോ. പിന്നെ ഏട്ടനും കുഞ്ഞൂസും കഴിക്കും. കുഞ്ഞൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ചിങ്ങനെ ഇലക്കറികൾ അങ്ങനെയൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കുറച്ചൊക്കെ കഴിക്കുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കഴിക്കില്ല. അവനങ്ങനെ വലിയ ഇഷ്ടമല്ല. അവന് മുട്ട, ചിക്കൻ, മീൻ ഇതാണ് അവൻ്റെ മെയിൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ചീര ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂക്കാത്ത തണ്ടില്ലേ, മൂക്കാത്ത ഇളമിച്ചിട്ടുള്ള തണ്ടുകൾ മാത്രം എടുക്കുകയാണ് കേട്ടോ. എനിക്കും പൊതുവേ പച്ചക്കറികളോട് വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ കുഞ്ഞു. പിന്നെ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ ഇപ്പോൾ കേട്ടോ, ആദ്യം ഒട്ടും കഴിക്കില്ലായിരുന്നേ, ഇപ്പോൾ കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പറമ്പിലേക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ചീര എടുക്കലുണ്ട്. ഇപ്പോൾ എടുക്കാത്തതുകൊണ്ട് അത്യാവശ്യം ചീരയുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ചീര ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ മുട്ട എന്തെങ്കിലും പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാ നമുക്ക് അത്യാവശ്യം ഉപ്പേരി വെക്കാനുള്ള ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, ഒരു നേരത്തേക്കുള്ള കറിക്കുള്ള ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം ചീരയൊക്കെ അരിഞ്ഞെടുത്ത് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. കുഞ്ഞൂസ് രാവിലെ പോയതാണ് അപ്പുറത്തേക്ക്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. അവന് പിന്നെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്, അവനിവിടെ നിൽക്കണമെന്നൊന്നുമില്ല. കാരണം അവൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളെല്ലാം അവിടെയാണ്. അപ്പോൾ അവൻ ഫുൾ ടൈം അവിടെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം പഠിക്കാനുള്ള ആ സമയത്തൊക്കെയാണ് ആൾ കൂടുതൽ നേരവും ഇവിടെ നിൽക്കുകയുള്ളൂ. പിന്നെ ഈ ചീര എനിക്കിങ്ങനെ ഈ തണ്ടുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത് ഇഷ്ടമല്ലാത്തത്. എന്നുവെച്ചാൽ ആ തണ്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ വേറെ ചീരയുടെ കൂടെയൊക്കെ വെക്കൂലേ, മറ്റേ സാധാ നമ്മളെ ചുവന്ന ചീരയും പച്ചച്ചീരയൊക്കെ ഇല്ലേ, അപ്പോൾ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പച്ചച്ചീരയുടെ കൂടെ ഇങ്ങനെ ഇതിട്ട് വെക്കലുണ്ട്. അങ്ങനെ നമുക്ക് അറിയില്ല, ഇത് മാത്രമായിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ശരീരത്തിന് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കുറച്ചൊക്കെ ഫുഡ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ ആയി ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള മുടി കൊഴിച്ചിലും കാര്യങ്ങളും പിന്നെ ഇപ്പോൾ സുഖമില്ലാണ്ടായതിൻ്റെയാന്ന് തോന്നുന്നു നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിലേ, നമ്മളിങ്ങനെ ഹെയർ പാക്കുകൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കങ്ങനെ പിന്നെ ഹെയർ പാക്കുകൾ മാത്രം ചെയ്ത് മുടിയിൽ ഉള്ളിലേക്കൊന്നും കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്കും നല്ല രീതിയിൽ തന്നെ നല്ല ഫുഡിലൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വലിയ രീതിയിൽ ഫുഡ് ശ്രദ്ധിക്കുക എന്നല്ല കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പിന്നെ ഫുഡിലൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇലക്കറികളൊക്കെ നല്ല കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് കുറച്ചൊക്കെ
ഞാൻ കഴിക്കും. ഇവിടെ ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനൊക്കെ ഇലക്കറിയിൽ ഏട്ടന് പിന്നെ ചിക്കനും, ഏട്ടൻ മീൻ കഴിക്കില്ല, പിന്നെ ചിക്കനൊക്കെ കാൾക്ക് ഏറ്റവും ഇഷ്ടം പച്ചക്കറി കഴിക്കുന്നതാണ്. സാധാരണ ഞാൻ തോരൻ വെക്കുന്ന സമയത്ത് തേങ്ങ ഒതുക്കിയിട്ടിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പോൾ തേങ്ങയും പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഞാൻ ആദ്യം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തോരൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിയും കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്ക് ചോറും വെന്തോളും. പിന്നെ തോരനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ ഒരുപാട് അങ്ങനെ വേവുന്ന ഇഷ്ടമല്ല കേട്ടോ. പയറാണെങ്കിലും ചീരയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് വെന്ത് പോകുന്നത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയപ്പോൾ സമയത്ത് ഞാൻ എല്ലാം കൂടി ഒന്ന് പൊത്തി മൂടി വെച്ച് അടച്ച് വെക്കാനുണ്ട്. പിന്നെ ബാക്കി ആ ഒരു ചൂടിൽ തന്നെ ഇരുന്ന് വെന്തോളുമല്ലോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഉച്ചത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ സമയം കൊണ്ട് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഒന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയവും അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനുള്ള പരിപാടികൾ ചെയ്യാൻ, നമ്മുടെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടി ചീകി നോക്കി. അപ്പോൾ ഇത് കണ്ടോ, ക്യാമറയിൽ വ്യക്തമാണോ എന്നറിയില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ മുടി പൊഴിച്ചിലുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസമായി ഞാൻ ഹെയർ കെയർ ചെയ്തിട്ട് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ സുഖമില്ലായിരുന്നു. എല്ലാം കൂടി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്ത് മാറ്റിയെടുക്കുമല്ലോ, അതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. ചെറിയ രീതിയിൽ കെയർ കൊടുത്താൽ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ മുടി പൊഴിയുന്ന കാണുമ്പോൾ ടെൻഷൻ ആകുമ്പോഴാണ് കൂടുക. അപ്പം കറക്റ്റായിട്ടുള്ള കെയർ കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇനി എന്തായാലും കറക്റ്റായിട്ട് ഹെയർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാട്ടോ. ഇങ്ങനെ ഹെയർ ഫോളൊക്കെ ഉള്ള സമയമൊക്കെയാണ്, തണുപ്പൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടാട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ വ്ളോഗിൽ തന്നെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തേക്കണം എന്നല്ല, എൻ്റെ ഓയിൽ തീർന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഓയിൽ തീർന്നു. അപ്പോൾ ഇനി എനിക്ക് ഓയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ വെളിച്ചെണ്ണ തേക്കണം. എനിക്കങ്ങനെ വെളിച്ചെണ്ണ മാറി തേച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇന്ന് ഒരുപാട് ഓയിൽ തേക്കുന്നില്ല, കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ഓയിൽ തേച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിൽ മാത്രമല്ല കേട്ടോ, എനിക്ക് ചെറിയ രീതിയിൽ താരൻ്റെ പ്രശ്നവും ഉണ്ട്. പിന്നെ എനിക്കിവിടെ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് കേട്ടോ താരം വരിക. അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താരം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഓയിലൊക്കെ ഇടുന്ന സമയത്ത് താരനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുടി ചീകിയ സമയത്ത് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ എടുത്തില്ല, കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിലും തേച്ചിട്ടുണ്ട്, പിന്നെ മുടിയുടെ അറ്റത്തും തേച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്ര നേരം വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ ഹെയർ കെയറിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനം കേട്ടോ. കാരണം നമ്മളിങ്ങനെ വീഡിയോ ഹെയർ കെയർ മാത്രം വീഡിയോ എടുത്തിട്ട് അത് മാത്രം സംസാരിച്ചിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന ആ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം ശരിയായി കേട്ടോ. നമ്മുടെ ഹെയർ കെയറിലേക്ക് വന്നപ്പോൾ ശരിയായി. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് മുടി കെട്ടി വെക്കുകയാണ്. ഏത് ഓയിലാണെങ്കിലും നമ്മൾ തേച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുടി കൊഴിച്ചിലും താരനൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് കേട്ടോ, മഴക്കാലത്ത് നമ്മളങ്ങനെ ഹെവി ആയിട്ടുള്ള പാക്കുകൾ ചെയ്യുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പേരയിലയാണ് കേട്ടോ വേണ്ടത്. കുറച്ച് തളിരിലയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ മൂത്ത ഇലയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തളിരയില കിട്ടുമെങ്കിൽ തളിരയില എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തയ്യാറാക്കി എടുത്ത് വെച്ചൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ മഴയൊക്കെ അല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ തയ്യാറാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാനിത് ഒറ്റ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു 5-8 പേരയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് പേരയില ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പാത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് തിളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ആദ്യം ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഉലുവയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്താ കുഞ്ഞ് സ്പൂണാണ് കേട്ടോ, പൊറ്റ യൂസിനൊക്കെ ആണെങ്കിൽ ആ ഒരു അളവിൽ ഉലുവ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് കേട്ടോ കരിഞ്ജീരകം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ മതി കേട്ടോ. പിന്നെ ഞാൻ കരിഞ്ജീരകം ഉലുവയൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് കേട്ടോ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കഴുകിയിട്ടില്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് എത്ര വേണോ, പാക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അത്ര
ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. 1 ഗ്ലാസ് വെള്ളമൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിപ്പയിലാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ല, നമ്മൾ അരിക്കാതെ ഒരിക്കലും പാക്ക് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് അരിക്കണേ അങ്ങനെ അരിക്കുക, അല്ലെങ്കിൽ അരിപ്പയിലാണെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല, തണുത്തിട്ട് മാത്രമേ നമ്മൾ മുടിയിൽ തേക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് മുടി കൊഴിച്ചിലൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെ പാക്കുകളാണ് ഉപയോഗിക്കുക. കാരണം നമ്മൾ വലിയ രീതിയിൽ മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഹെവി ആയിട്ടുള്ള പാക്ക് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. സിമ്പിൾ ആയിട്ടുള്ള പാക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും ഇതുപോലെ ഇങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള പാക്കുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ കൈ കൊണ്ട് തേച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കുക. എന്നിട്ട് മുടി കെട്ടി വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഏകദേശം പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തല കഴിയുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ചുമയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ.